വിഴിഞ്ഞം എന്നുള്ളതിനെ ചൊല്ലി മാത്രമുള്ള ഒരു തർക്കമല്ല. അതാണ് നമ്മൾ ഇന്നലെയും പറഞ്ഞത്. അതിനപ്പുറത്ത് ഇത് വളരെ ഗൗരവതരമായി CPIM-നുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ചേരിതിരിവിൻ്റെ അല്ലെങ്കിൽ ഈ പുതിയ സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ അഗ്രസീവായി അവതരിപ്പിക്കേണ്ടതിൻ്റെ ആ ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രയോഗമാണത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി നടക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ ഉറച്ച ചർച്ചകൾ ഉണ്ടാവുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുതൽ മുകളിലേക്കുള്ളവർ പങ്കെടുക്കുന്ന വിശാല സ്റ്റേറ്റ് കമ്മിറ്റി യോഗമാണ് ഓഗസ്റ്റിൽ നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകളായി തന്നെ വേണം ഇതിനെയൊക്കെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഇപ്പോൾ പലരും നമ്മളും ഒക്കെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇന്നലത്തെ KK ശൈലജയുടെ പ്രതികരണമൊക്കെ കാണുമ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞത് ഈ KK രാഗേഷിനെ തള്ളിപ്പറയുന്നതിലൂടെ പിണറായി വിജയനെ കൂടി തള്ളിപ്പറയുന്നു എന്ന മട്ടിലാണെന്ന്. പക്ഷേ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായി ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്ന നീക്കങ്ങളിൽ പിണറായി വിജയനെ ഉന്നമിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പകരം പാർട്ടി നേതൃത്വം, അതാരാണ്? സംസ്ഥാന സെക്രട്ടറി, പിന്നെ ആരാണ്? കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അങ്ങനെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ആരോപണ ശരങ്ങൾ ഇനി ഉയരാൻ സാധ്യത. അത് സാധ്യമായ എല്ലാ വിഷയത്തിലും ആ മട്ടിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാത്തിനെയും അങ്ങ് ഒറ്റയടിക്ക് സ്വീകരിക്കേണ്ടതില്ല എന്നത് തന്നെയായിരിക്കും പാർട്ടിക്കുള്ളിലെ ഒരു സമീപനം. പിന്നെ ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അതായത് കണ്ണൂരിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം, എന്നാലേ ഇത് കേരളത്തിൽ മുഴുവൻ ഏറ്റുപിടിക്കുന്ന തരത്തിലേക്ക് അതിനൊരു വളർച്ച ഉണ്ടാവൂ എന്നുള്ള ഒരു തോന്നൽ പൊതുവെ ഈ സമയത്തുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾക്കൊന്നും ഒരു പിണറായി വിജയനായോ ഒരു VS അച്യുതാനന്ദനായോ വളരാനുള്ള ശേഷിയൊന്നുമില്ല. ഇപ്പോൾ CPM-നുള്ളിൽ നടക്കുന്ന ഈ ചർച്ചകളിലൊന്നും ആ മട്ടിൽ വളരില്ല. അതിന് പകരം ചില ചെറിയ തിരുത്തലുകളിൽ ഒതുങ്ങി ഈ കാര്യങ്ങളെ അത്രയെങ്കിലും തിരുത്തലുകളിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമമായിരിക്കും നടത്തുക. കാരണം പ്ലീനം നടക്കണം എന്നുള്ളതായിരുന്നു പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ ആവശ്യം. അത് ദേശീയ നേതൃത്വത്തിന് പോലും ആ കാര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നാൽ നടന്നോട്ടെ എന്നുള്ളൊരു സമീപനമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് കമ്മിറ്റിയുടെ ആവശ്യവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിലേക്കും ഈ കാര്യം വിട്ടപ്പോൾ പിന്നെ പ്ലീനം എന്നുള്ള പദ്ധതി മാറുന്നു. ഇത് എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി ആവുന്നു. ആ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സ്വാഭാവികമായും ഉയരേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ അവതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് ഗതിയിൽ വേണം ചർച്ചകൾ പോകാൻ. ഒരു കാരണവശാൽ ഇത് ഇപ്പോൾ വിഴിഞ്ഞമൊക്കെയാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിലും KK രാഗേഷിനും പിന്തുണയുമായി പിണറായി വിജയൻ എത്തിയിട്ടുണ്ടെങ്കിലും ഇതിനോട് പിണറായി വിജയനെ ചേർത്ത് വയ്ക്കാതിരിക്കാനുള്ള ഒരു ബോധപൂർവമുള്ള ശ്രമം ഈ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പിണറായി വിജയനിലേക്ക് വേണ്ട. കാരണം അദ്ദേഹം ഈ സംസ്ഥാന സമ്മേളനങ്ങളടക്കം ഇനിയിപ്പോൾ വരാനിരിക്കുന്ന സമ്മേളനങ്ങളിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കമ്മിറ്റികളിലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിവായി പോകും സ്വാഭാവികമായും. അപ്പോൾ ആ സ്വാഭാവികം പിന്നെ മാത്രമല്ല, പിണറായി വിജയൻ എന്നുള്ളത് ഇപ്പോഴും ഒരു കാര്യം ആലോചിക്കേണ്ടത് CPIM-നെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം ഉണ്ടാക്കി കൊടുത്ത നേതാവാണ്, വലിയ നേതാവാണ്. പിണറായി വിജയനെ എതിർത്തുകൊണ്ട് വേണം ഒരു തിരുത്തൽ ഇനി എന്നുള്ളത് തൽക്കാലം പാർട്ടി ആലോചിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഓപ്പോസിഷൻ ലീഡറായി ഇരിക്കുന്നതിനെ പാർട്ടിക്ക് വെളിയിൽ ആളുകൾ എതിർക്കുന്നുണ്ടാവാം. പാർട്ടി അനുഭാവികൾ അതിനെതിരെ സോഷ്യൽ മീഡിയയൊക്കെ വലിയ ചർച്ച സംഘടിപ്പിക്കുന്നുണ്ടാവാം. അഗ്രസീവായി KN ബാലഗോപാൽ ഇടപെടുമ്പോൾ അതുകൊണ്ടാണ് എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊന്നും അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെതിരെ അല്ല ഈ നീക്കങ്ങൾ. ഇത് തീർച്ചയായും MV ഗോവിന്ദൻ മാഷ്ക്കെതിരെയും അതുപോലെ തന്നെ KK രാഗേഷിനെതിരെയും തന്നെയാണ് ഇത് പരുവപ്പെട്ടു വരാനുള്ള സാധ്യത. അതിന് കാരണം ഈ തീരുമാനങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്തേണ്ടത് പാർട്ടിക്ക് തീർത്താമായിരുന്നല്ലോ, പാർട്ടി ഇടപെടണമല്ലോ എന്നുള്ള ചർച്ച എല്ലായിടത്തും നിന്ന് ഉയരുന്നുണ്ട്. ഈ ഇത്രയും വലിയ പരാജയം ഉണ്ടാവാതിരിക്കാൻ സർക്കാരിന് മേൽ പാർട്ടിയുടെ ഒരു ഇടപെടൽ വേണ്ടതായിരുന്നു. ആ ഇടപെടൽ നടത്തിയില്ല. ആത്യന്തികമായി ആ ഒരു വിലയിരുത്തലിലേക്ക് പോയാലും അത് പിണറായി വിജയനിലേക്കല്ല പോവുക, പാർട്ടി നേതൃത്വത്തിലേക്കാണ് പോവുക. അത് നടത്താത്തത് MV ഗോവിന്ദൻ മാസ്റ്ററാണെന്ന് പറയും. പിന്നെ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി അടക്കം നേരത്തെ ഇതിനേക്കാൾ കർശനമായി ചില പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞു. അതായത് ഔചിത്യം കാണിച്ചിട്ടില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കാൻ വരുമ്പോൾ അത് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്നുള്ള കാര്യത്തിൽ ഒരു ഔചിത്യബോധത്തോടെ ഇടപെടേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ആരോടാണ് ഇത് പറയുന്നത്? അത് പാർട്ടി സെക്രട്ടറിയോടാണ് പറയുന്നത്, അല്ലാതെ അത് സംസ്ഥാന സെക്രട്ടറിയോടാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സൂചന പിടിച്ച് ഔചിത്യത്തോടെ ദേശീയ സെക്രട്ടറി ഇടപെട്ടോ? അത് വേറെ ചോദ്യമാണ്. ഇത് ഔചിത്യമില്ലാത്ത നടപടികളിലേക്ക് ഈ സംസ്ഥാന സെക്രട്ടറി കിടക്കുന്നുണ്ടെങ്കിൽ ദേശീയ സെക്രട്ടറി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്
എന്നുള്ള എന്നിട്ട് ചോദ്യം പോയി അവിടെ അപ്പൊ ബാക്കിയാണ്. പറയാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായിരുന്നു അതെ. ഔചിത്യം. അത് മാത്രമല്ല, ഇത് ഈ പറഞ്ഞതുപോലെ ലെനിനിസ്റ്റ് സംഘടനാ രൂപമാണെങ്കിൽ എല്ലാ അധികാരവും ഉണ്ടല്ലോ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് അവിടെ ഇടപെടാൻ. അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്ന് അദ്ദേഹത്തോട് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനോടെല്ലാം അദ്ദേഹം ഔചിത്യത്തോടെ മൗനം പാലിച്ചു. ഔചിത്യത്തോടെ മൗനം പാലിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിനോട് വഴുതുകയാണ് ചെയ്തത് അഖിലേന്ത്യാ സെക്രട്ടറി. അതുകൊണ്ട് എന്തായാലും ഈ ചർച്ചകൾ ഒരു കാരണവശാലും അത് ഇപ്പോൾ പരുവപ്പെടുന്നത് പിണറായി വിജയനെതിരെയല്ല, അല്ലെങ്കിൽ പിണറായി വിജയനെ ഇനിയിപ്പോൾ ഈ പരാജയത്തിൻ്റെ മുഴുവൻ പാവഭാരവും പിണറായി വിജയൻ്റെ തോളിലേക്ക് അടിച്ചേൽപ്പിച്ചേക്കാം. അതുകൊണ്ട് ഈ മട്ടിൽ ചർച്ച പോകണം എന്ന് കരുതിയല്ല ഇവരാരും പറയുന്നത്. പക്ഷേ കെ രാഗേഷിന് ഇതിലിടപെടാമായിരുന്നു. ഇപ്പം കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി ആണല്ലോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ഒരു കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് അവിടെ ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുമ്പോൾ അവിടെ ഇടപെടാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, കെ രാഗേഷിനെ മുൻനിർത്തിയാണ് പല തീരുമാനങ്ങളും സംസ്ഥാന നേതൃത്വം എടുത്തത് എന്നുള്ളത് ആ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉള്ള പരാതിയാണ്. അതായത് വളരെ റബ്ബർ സ്റ്റാമ്പായി രാഗേഷിനെ വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് അവിടെ നിന്ന് പ്രാദേശികമായി ഉയരുന്ന ആരോപണങ്ങൾ. ആ മട്ടിലാണ് അവിടെ ചർച്ച പരുവപ്പെടുന്നത്. അതിൻ്റെ എല്ലാം ബാക്കി പത്രം തീർച്ചയായും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായാണ് ഈ ആരോപണങ്ങളെല്ലാം, അല്ലാതെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടില്ല. ഇന്ന് പോലും ഗോവിന്ദമാഷിൻ്റെ ഇന്നത്തെ ലേഖനം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്താണ്, വിഴിഞ്ഞത്ത് അവിടെ ഒരു പിന്തുണ ആ മട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. പാർട്ടിയുടെ ലൈൻ ഇതാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കാനുള്ള ശ്രമമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ലൈൻ ഇന്ന് രാവിലെ ദേശാഭിമാനി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ശ്രീമതി ടീച്ചറും ഒക്കെ പ്രതികരിച്ചത്. ആ ലൈൻ അങ്ങനെ പിടിക്കാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, കൃത്യമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അത് നമ്മൾ സൂചിപ്പിക്കണമല്ലോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മൂന്ന് ദിവസം മുമ്പ് എക്കണോമിക് ടൈംസ് കൊടുത്ത വാർത്തയാണത്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വേറൊന്നുമല്ല, ഈ തൂത്തുക്കുടിയിൽ ഇവർക്കൊരു ടെർമിനലുണ്ട്, ഈ അദാനി ഗ്രൂപ്പിന്. അപ്പോൾ അവിടെ ടെർമിനലുള്ള സ്ഥിതിക്ക് അങ്ങനെ ഈ 100 കിലോമീറ്റർ ചുറ്റളവിൽ ഇടയ്ക്ക് ഇനി വേറെ പദ്ധതികളിൽ അവരുടെ താല്പര്യം ഉണ്ടാവാൻ പാടില്ല. ഇതിന്റെ ഈ അദാനി ഗ്രൂപ്പ്, അതെ, എംബസിക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അദാനിയുടെ ഷെയർ എടുക്കാനല്ലോ. അപ്പോൾ ഇതിലെ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവാൻ പാടില്ല. സംസ്ഥാന സർക്കാരും പറഞ്ഞിട്ടുണ്ട്, ഈ പരിസരത്ത് നമ്മൾ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ ഇതിനോട് എത്രയടുത്ത് വേറെ പുതിയ തുറമുഖ പദ്ധതികൾ കൊണ്ടുവരില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിടക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് വേണം ഈ ചർച്ചകളിലേക്ക് പോകാനെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് എനിക്ക് കൗതുകകരമായി തോന്നിയത്, ഇതുപോലെ എക്കണോമിക് ടൈംസിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ ബാക്കിയാണ് ദേശാഭിമാനിയിൽ വന്ന ലേഖനം. ഇന്നിപ്പോൾ അന്ന് ദേശാഭിമാനി അത് എഴുതിയതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഗോവിന്ദമാഷ് ചെയ്തത്. ഇന്നിപ്പോൾ എക്കണോമിക് ടൈംസിൽ വന്ന അതേ സംഗതി തന്നെയാണ് ഗോവിന്ദമാഷിൻ്റെ ലേഖനമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, ഈ പോയിന്റുകൾ സ്വാഭാവികമായും. അപ്പോൾ അതിൽ പ്രശ്നമില്ല എന്നുണ്ടോ? ഇതിപ്പോൾ അന്നത്തെ വേറെ ഒരു ലേഖനം, മറ്റൊരു വാർത്ത, ആ വാർത്തയെ അതേ മട്ടിൽ തന്നെ പിന്തുടരുമ്പോൾ അതിനകത്തൊരു പ്രശ്നമില്ലേ എന്നുള്ള ചോദ്യവും ബാക്കിയാണ്. എന്തായാലും രസകരമായിരിക്കും ഈ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തുമ്പോഴേക്ക് CPIM ചർച്ചകൾ പുരോഗമിക്കുന്നു.